ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ കുറച്ച് ദിവസമായി ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തിട്ട്, ലോങ് വീഡിയോ ഒക്കെ ചെയ്തത്. അന്നൊരു ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഭാഗം ചെയ്യാമെന്ന് ഓർത്തിട്ട് പിന്നെ മടിയും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ ബിസി ആയിപ്പോയി. അപ്പോൾ അന്നത്തെ ട്രിപ്പ് എന്ന് പറയുന്നത് ഊട്ടിയിലേക്കായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഊട്ടിയിൽ പോകുന്നത്. അത് പറയാൻ ഇത്ര മടിയൊന്നുമില്ല, കാരണം ചെറുതിലെ മുതൽക്ക് ഞങ്ങളങ്ങനെ, അതായത് അങ്ങനെ ടൂറൊന്നും പോയിട്ടില്ല വെളിയിലേക്ക്. കല്യാണം കഴിഞ്ഞ് പോകാമെന്ന് വിചാരിച്ചപ്പോൾ പുള്ളിക്ക് ഹോട്ടലായതുകൊണ്ട് തന്നെ എപ്പോഴും അങ്ങനെ പോകാലോ അങ്ങനെ ഒന്നും നടക്കത്തില്ല. പിന്നെ എപ്പോഴും പ്ലാൻഡ് ട്രിപ്സിനെക്കാട്ടി കൂടുതലും അൺപ്ലാൻഡ് ട്രിപ്സാണ് വർക്ക് ആവുന്നത്. ഞങ്ങൾക്ക് ഇതേപോലെ ഒരു ആവശ്യത്തിന് വേണ്ടി പോയി, പിന്നെ അവിടുന്ന് മൈൻഡൊക്കെ മാറ്റി അങ്ങനെ പോവുമായിരുന്നു ചെയ്തത്. അപ്പോൾ നമ്മൾ താമസിച്ച റൂമിൻ്റെ വെളിയിലത്തെ വ്യൂ ആണ് കേട്ടോ കാണിച്ചത്. പക്ഷെ എൻ്റെ സംശയം അതല്ല, എന്തിനാണ് ഇവർ ബാത്റൂമിൽ വിൻഡോയും ഒക്കെ ഇങ്ങനെ ബാത്റൂമിലും കൊടുത്തേക്കുന്നത്? വിൻഡോ എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂമിലൊക്കെ ഉള്ള വിൻഡോ പോലത്തെ ഒരു വിൻഡോ ആയിരുന്നു ബാത്റൂം നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനും ജസ്റ്റ് ആ വിൻഡോ തുറന്നിട്ട് ആ വെളിയിലത്തെ വ്യൂ മൊത്തം കാണാം. ഇനി വൈബ് ആണോ എന്നറിയാൻ പാടില്ല എനിക്ക്. ഞാനത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സംശയം, ഇത് എന്തിനാ ഇത്രയും വലിയൊരു വിൻഡോ ബാത്റൂമിലെന്ന്. പക്ഷേ നല്ല രസമായിരുന്നു. നമുക്ക് ബാത്റൂമിലൊക്കെ ചുമ്മാ ഇരിക്കുമ്പോഴത്തേക്കും വിൻഡോ തുറന്നിട്ട് അടിപൊളി വ്യൂ ആണ്. അപ്പോൾ നമ്മൾ താമസിച്ച റൂമിൻ്റെ ഒരു യാർഡുണ്ട്, അവിടുത്തെ സംഭവമാണ്. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് ക്യാമ്പ് ഫയർ ഒക്കെ നടത്താൻ പറ്റിയ ഒരു അടിപൊളി സംഭവമായിരുന്നു അവിടെ. പക്ഷെ നമ്മൾ ചെന്ന ആ ഒരു ക്ലൈമറ്റ് നമുക്ക് സ്യൂട്ടബിൾ ആയിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല തണുപ്പും അതേപോലെ തന്നെ മഴയും ഉള്ളൊരു സമയമായിരുന്നു. അതുകൊണ്ട് നൈറ്റ് ക്യാമ്പ് ഫയർ ഒന്നും ചെയ്യാനായിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഈ റീലിലൊക്കെ കണ്ട ഒരു വ്ളോഗർ ഇതേപോലെ ചെയ്തൊരു റൂമായിരുന്നു ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ വിളിച്ച് ആ പുള്ളി, എനിക്ക് ആ പേര് ഓർമ്മയില്ല, ആ പുള്ളിയാണ് ഞങ്ങൾക്ക് ഇത് സെറ്റാക്കി തന്നത്. RRK എന്ന് പറഞ്ഞിട്ട് ഊട്ടിയിലുള്ളൊരു ഹോം സ്റ്റേ ആണ്. ഹോം സ്റ്റേ അല്ല, ഒരു ഹോട്ടലാണ്. അപ്പോൾ അതെന്തായാലും നല്ല അടിപൊളി ഒരു ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമായിരുന്നു. ഫാമിലിക്കായിട്ട് താമസിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സ്ഥലമായിരുന്നു. RRK റെസിഡൻസി എന്നാണ് അതിൻ്റെ പേര് വരുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ, അതായത് ഞങ്ങൾ അവിടെ വന്നിട്ട് ഒരു മലയാളികളുടെ ഒരു ഹോട്ടൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഉച്ചക്കത്തെ ഫുഡും പിന്നെ ഇപ്പോഴത്തെ രാവിലത്തെ ഉച്ചക്കത്തെയും എല്ലാം ഫുഡ് അവിടെ നിന്ന് തന്നെയായിരുന്നു കഴിച്ചത്, കാരണം മലയാളി ഹോട്ടലായതുകൊണ്ട് തന്നെ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ രാവിലെ തന്നെ ഒരു 7-7:30 തന്നെ അവിടെ നിന്ന് ഇറങ്ങി. കാരണം ഞങ്ങൾക്ക് വൈകുന്നേരത്തിനുള്ളിൽ ഊട്ടി മൊത്തം ഒന്ന് കണ്ട് ഫുൾ തീർത്തിട്ട് വേണം പോകാൻ. അപ്പോൾ അത് കാരണം രാവിലെ ഇറങ്ങിയിട്ടുണ്ട് ായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ ടോപ്പിൽ നിന്ന് തുടങ്ങാമെന്ന് കരുതിയിട്ട് അവിടെ അത്യാവശ്യം ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും അവിടെ ടോപ്പ് സ്റ്റേഷൻ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സമയമായതുകൊണ്ട് തന്നെ നല്ല കോടയൊക്കെ ആയിട്ട് നല്ല അടിപൊളി വ്യൂ ആയിരിക്കും എന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ അത് തന്നെ അങ്ങോട്ടേക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോണ വഴിക്കാണെങ്കിൽ നല്ല അടിപൊളി തണുപ്പാണ്. ഞങ്ങൾ ചെന്ന ഒരു സമയം അടിപൊളി തണുപ്പായിരുന്നു. കാരണം അത്രയും തണുപ്പ് വന്നിട്ട് പല്ല് രണ്ടും കൂട്ടിയിടിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ആ ഒരു അവസ്ഥയായിരുന്നു എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ടോപ്പ് സ്റ്റേഷനിൽ എത്തിയപ്പം നല്ല മഴയുണ്ടായിരുന്നു, അതേപോലെ തന്നെ നല്ല തണുപ്പുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പാത്തുവിന് ഓൾറെഡി ഞാൻ അവിടെ ഊട്ടി എത്തിയപ്പോൾ തന്നെ സ്വെറ്റർ ഒരെണ്ണം ഞാൻ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അവൾക്ക് ചിലപ്പോൾ അത് താങ്ങാനായിട്ട് വരില്ല, എനിക്കും താങ്ങാൻ പറ്റുമെന്നുള്ളൊരു വളരെ വലിയൊരു കോൺഫിഡൻസിലായിരുന്നു ഇരുന്നത്. പക്ഷേ ആ ഒരു ടോപ്പ് സ്റ്റേഷൻ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ കൺട്രോൾ മൊത്തം പോയി, കാരണം അത്രയും തണുപ്പായിരുന്നു. ലാസ്റ്റ് ഞാൻ ഇക്കാക അടുത്ത് പറഞ്ഞു, ഇക്കാക എനിക്കൊരു സ്വെറ്റർ എങ്ങനെയെങ്കിലും വാങ്ങിച്ചാൽ പറ്റൂല എന്ന് പറഞ്ഞു, കാരണം അത്രയും തണുപ്പായിരുന്നു. ലാസ്റ്റ് പിന്നെ സ്വെറ്റർ മേടിക്കാമെന്ന് കരുതി. പക്ഷേ ഏറ്റവും വലിയൊരു അബദ്ധം പറ്റിയ എന്താണെന്നറിയാമോ, ഊട്ടി താഴെ അവിടെ നിന്ന് മേടിച്ചാൽ മതിയായിരുന്നു. കാരണം ടോപ്പ് സ്റ്റേഷനിൽ ഭയങ്കര വിലയായിരുന്നു സ്വെറ്ററിനൊക്കെ. അപ്പോൾ അത് കാരണം പക്ഷേ നമുക്ക് വേറെ മാർഗ്ഗമൊന്നുമില്ലാതെ അപ്പോൾ തന്നെ ഒരെണ്ണം മേടിക്കണമായിരുന്നു, കാരണം അത്രയും തണുപ്പായിരുന്നു. എന്നെ കൊണ്ട് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തത്ര തണുപ്പായിരുന്നു ആ സമയത്ത്. അപ്പോൾ എന്തായാലും ഒരു സ്വെറ്റർ മേടിച്ചു. സ്വെറ്റർ മേടിച്ചത് ഇട്ട് കഴിഞ്ഞപ്പോഴായിരുന്നു എനിക്കൊരു ആശ്വാസം വന്നത്. പാത്തുവിൻ്റെ തൊപ്പിയായിരുന്നു ആക്ച്വലി അത്, പക്ഷേ പാത്തുവിന് വേറൊരെണ്ണം മേടിച്ചു, കാരണം ഇത് അവൾ വെക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം മറ്റേതാകുമ്പോഴത്തേക്കിനും നല്ലപോലെ ആ ഒരു ചെവി നല്ല മൂടിയിരിക്കുന്ന കാരണം ആ പാത്തുവിന് അത് കൊടുത്തിട്ട് ഞാനിത് എടുത്തു കേട്ടോ. അപ്പം നമ്മൾ ഇപ്പോഴും വലിയ ആളായെങ്കിലും മനസ്സിൽ ഇപ്പോഴും കുട്ടിത്തം ഉണ്ടെന്ന് അപ്പോഴാണ് മനസ്സിലായത്. പിന്നെ പാത്തുമായിട്ട് ആ ഒരു ടോപ്പ് സ്റ്റേഷനിലേക്ക് നടക്കുകയാണ് കേട്ടോ. അത് നല്ല കോടയായിരുന്നു, രാവിലെ ആയതുകൊണ്ട് തന്നെ ഫുള്ള് കോടയിൽ നല്ല സൂപ്പറായിട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു. നമുക്ക് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. ഞാൻ ആക്ച്വലി ഊട്ടി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അപ്പം നമുക്ക് അവിടെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്തേക്ക് ഏറെ നാൾ കാത്തിരുന്ന് എത്തുമ്പോഴത്തേക്കിനുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ ഒരു സന്തോഷമാണ് എനിക്ക് ഉണ്ടായത്. പക്ഷേ എനിക്ക് വേറൊരു സ്ഥലത്തും കൂടെ പോകണമെന്ന് ആഗ്രഹമുണ്ട്, കാശ്മീർ. പക്ഷേ ഈ ഒരു തണുപ്പ് കണ്ടപ്പോൾ കാശ്മീരിൽ പോകണോ വേണ്ടയോ, എന്തായാലും പോലെ പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ നടക്കുകയുള്ളൂ. ഇനി എനിക്ക് നടക്കൂലായിരിക്കും, പക്ഷെ ഒന്നും അറിയില്ല. പക്ഷേ എന്നാൽ
എന്നാലും മനസ്സിൽ ഞാൻ ആലോചിച്ചു ഇത്രയും തണുപ്പ് താങ്ങാനാവാത്ത ഞാൻ എങ്ങനെ കാശ്മീരിൽ പോയിട്ട് തണുപ്പ് താങ്ങുമെന്ന്. എനിക്ക് വളരെ നാളത്തെ ഒരു ആഗ്രഹമാണ് കാശ്മീരിൽ പോകുന്നത്. എന്താണെന്നറിയില്ല, കൊച്ചിലെ ഒരു നമുക്ക് എന്താണ് ഇതൊക്കെ ഒരു അനുഭവിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, കൊച്ചിലത്തെ മുതൽക്ക് ആ ഒരു ടൈമിൽ എനിക്ക് കാശ്മീരിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ അങ്ങനെ നടന്നിട്ടില്ല, നമ്മളങ്ങനെ വിടൂല. ഓൾറെഡി ഞാൻ എൻ്റെ വീട്ടിലങ്ങനെ ടൂറിന് പോകും എല്ലാവരുമായിട്ട്, പക്ഷെ അങ്ങനെ ഒരുപാട് ടൂറൊന്നും പോയിട്ടില്ല. കല്യാണം കഴിഞ്ഞ് പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഈ അവസ്ഥയായിരുന്നു. അപ്പോൾ എന്തായാലും ടോപ്പ് സ്റ്റേഷൻ എത്തി അങ്ങോട്ട് നോക്കുമ്പോൾ ഉള്ള വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഒത്തിരി കോട വന്നു, പിന്നെ അങ്ങ് ഫുൾ മൂടിയായിരുന്നു. പിന്നെ ഒത്തിരി നേരം നമ്മൾ അവിടെ നിന്നില്ല, കാരണം നമുക്ക് അടുത്തടുത്ത സ്ഥലങ്ങളിലേക്ക് പോകാനുണ്ട്, പിന്നെ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകണം. അപ്പോൾ അത് കാരണം അങ്ങനെ പെട്ടെന്ന് തന്നെ തിരിച്ച് കയറി. അപ്പോൾ ഈ ഒരു ടോപ്പ് സ്റ്റേഷൻ്റെ പേര് ദൊഡ്ഡബേട്ട എന്ന് പറയുന്ന പേരാണ്. എനിക്ക് ആക്ച്വലി ഈ പേര് ഫസ്റ്റ് കിട്ടിയില്ല, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അവിടെ ഏതൊക്കെ ആനിമൽസ് ഉണ്ട്, അവിടുത്തെ ടെമ്പറേച്ചർ എങ്ങനെയായിരുന്നു, അങ്ങനെയുള്ള ഇൻഫർമേഷനൊക്കെ അവിടെ നിന്ന് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്തൊരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ടീ ഫാക്ടറി ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഊട്ടി, മൂന്നാർ, കൊടൈക്കനാലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ടീ ഫാക്ടറി അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് ഫാക്ടറി മസ്റ്റ് ആണല്ലോ അല്ലേ. ഞാൻ ആക്ച്വലി ഇതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് 1 വയസ്സായപ്പോഴും ഞങ്ങൾ മൂന്നാർ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്തും ഇതേപോലെ ഒരു ഫാക്ടറിയിൽ ടീ പ്ലാന്റേഷൻ ആയിരുന്നു തോന്നുന്നുണ്ട്, അവിടെ പോയിട്ടുണ്ടായിരുന്നു ടീ ഫാക്ടറിയിൽ. അപ്പോൾ ഇവിടുത്തെ ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീ ഫാക്ടറി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്നപ്പോൾ ഉള്ളത് ആ ഒരു ഹിസ്റ്ററി, എങ്ങനെയാണ് ഈ ഒരു തേയിലയുടെ ഒരു ഇത് വന്നേക്കുന്നതെന്നുള്ള ഫുള്ള് തിയറി ഉണ്ട്. പുള്ളി ഇങ്ങനെ ഏതോ ഒരു മരത്തിൻ്റെ അടിയിൽ ഇരുന്നപ്പം ഇങ്ങനെ ചൂടുവെള്ളം കുടിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അപ്പോൾ ചൂടാക്കിയപ്പോഴത്തേക്കിനും ഏതോ ഒരു ഇല വന്ന് അതിനകത്തേക്ക് വീണ്, അതിന് ശേഷം അതിൻ്റെ ആ ഇല വന്ന് വീണതിന് ശേഷമുള്ള ആ ഒരു ബ്രൂ കുടിച്ചപ്പോഴത്തേക്കിനാണ് ഇത് തേയിലയാണ്, അങ്ങനെയൊക്കെ മനസ്സിലാക്കിയുള്ള ചെറിയ കാര്യങ്ങളാണ് കേട്ടോ. എന്താണെങ്കിലും നമ്മൾ അവിടെ തേയില ഫാക്ടറിയിലൊക്കെ ഒന്ന് കയറി. ആ ചായ ഉണ്ടല്ലോ, നമ്മൾ നോർമൽ കുടിക്കുന്ന ചായനെക്കാട്ടിയും നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു പ്രത്യേക ഫ്ലേവറൊക്കെ ഉണ്ടായിരുന്നു. അത് എന്താണെന്ന് മനസ്സിലായില്ല. അവിടെ നമുക്ക് ചെല്ലുമ്പം അത് വിസിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഓൾറെഡി ചായ അവർ തരും, അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനൊരു ചായ ലവറല്ല, പക്ഷെ അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അത്ര ഇടം വന്നതല്ലേ, നമുക്ക് തേയില മേടിക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ അവിടെ കയറി. ഗ്രീൻ ടീ അത് പിന്നെ എവിടെ കണ്ടാലും മേടിക്കും, കാരണം ഞാനല്ല ഇക്കാക കുടിക്കും. അപ്പോൾ അത് കാരണം ഗ്രീൻ ടീയുടെ അതും ചായയൊക്കെ നോക്കി. പിന്നെ നമ്മൾ ചോക്ലേറ്റും ഫാക്ടറിയിലും കൂടെ കയറിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ ഒരു ചോക്ലേറ്റ് ഒക്കെ നോക്കണമായിരുന്നു. ഡാർക്ക് ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ്, അങ്ങനെ പല തരത്തിലുള്ള ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ചോക്ലേറ്റ് ഞങ്ങൾ മേടിച്ചില്ല കേട്ടോ, കാരണം അതങ്ങനെ ആരും തിന്നില്ല. അപ്പോൾ അത് തന്നെ അത് മേടിച്ചില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നിട്ട് ബൊട്ടാനിക്കൽ ഗാർഡനിലേക്കാണ്. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ ഈ ദൊഡ്ഡബേട്ട ഹിൽസിലേക്ക് പോയത് ടോപ്പ് സ്റ്റേഷനിലേക്ക് പോയെന്ന് വെച്ചാൽ അവിടെ തന്നെയായിരുന്നു ഈ ഒരു ടീയുടെ പ്ലാന്റേഷൻ. അപ്പോൾ അവിടെ അത്രയും കവറാവും. അതിനുശേഷം ഊട്ടി ടൗണിൽ വന്നാൽ ഈ ബൊട്ടാനിക്കൽ ഗാർഡനും റോസ് ഗാർഡനും ഒക്കെ ആയിട്ട് കുറേ ഗാർഡൻസ് ഉണ്ട്. അപ്പോൾ അതും കവർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് അങ്ങനത്തെ ഒരു രീതിക്ക് പ്ലാൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ബൊട്ടാനിക്കൽ ഗാർഡനിൽ വന്നു. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ സിനിമയിലൊക്കെ കണ്ടില്ല, ഒരുപാട് സിനിമയിലുള്ള ഒരു പ്ലേസ് ആണെന്ന് തോന്നുന്നുണ്ട് ഇത്. കാരണം ആ ഒരു ഫ്രണ്ടിൽ കണ്ട ആ 2 ഹൗസസ് ഉണ്ടല്ലോ, അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മനസ്സിലായി ഏതൊക്കെയോ സിനിമയിൽ ഇതൊക്കെ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്ക് ആക്ച്വലി അതൊക്കെ നമ്മളിങ്ങനെ ടി വിയിൽ കണ്ട് ഇങ്ങനെ കാണുമ്പോഴത്തേക്കിനും ഭയങ്കര ഒരു സന്തോഷം. ഇതൊക്കെ ഇപ്പം നോർമലായിട്ട് പോയവർക്കാണെങ്കിൽ ഇതൊക്കെ എന്തെന്നുള്ളൊരു ചിന്തയായിരിക്കും, പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈം പോകുന്ന കാരണം ആ ഒരു ഭയങ്കര ഒരു സന്തോഷം എനിക്കുണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് ടൈം കാണുന്ന, നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കാണുമ്പോഴത്തേനും ആ ഒരു സന്തോഷമില്ല. മിക്കവരും എപ്പോഴും ഇങ്ങനെ, ചിലവരൊക്കെ ആണെങ്കിൽ മിക്കപ്പോഴും ഊട്ടിക്ക് പോണവരും മൂന്നാർക്ക് പോണവരൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ അങ്ങനെ പോകാറില്ല. ഇങ്ങനെ പോകുമ്പോഴത്തേക്കിനും അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ്. ആദ്യമായിട്ട് നമ്മളൊരു വിസിറ്റ് ചെയ്യുന്ന സ്ഥലം ആയതുകൊണ്ടാണ് ഇത്ര ഒരു എന്തൂസിയാസത്തിൽ ഞാൻ ഈ സംഭവങ്ങൾ അവതരിപ്പിക്കുന്നത്. സംഭവം ബൊട്ടാനിക്കൽ ഗാർഡനിൽ വന്നു. ഈ ഒരു സംഭവം, ഈ ഒരു സ്ഥലം അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം എനിക്ക് ഈ പൂവ്, ചെടികൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ എടുത്ത് ഓടാനാണ് എനിക്ക് തോന്നിയത്. ഓൾമോസ്റ്റ് ഞാൻ ഇഷ്ടപ്പെടുന്ന എല്ലാത്തരം ഫ്ലവേഴ്സുകളും ഒരൊറ്റ ഗ്രീൻ ഹൗസിലൊക്കെ ആ ഒരു ഇതിനകത്ത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, ആ ഒരു സന്തോഷമായിരുന്നു. പിന്നെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതാണ് ഓക്ക് മരം. ഈ ഒരു മരം കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് പണ്ട് മലയാളം സെക്കൻഡിലാണെന്ന് തോന്നുന്നുണ്ട്, ശിശിരത്തിലെ ഓക്കുമരം എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു. എനിക്ക് ആ മരം അന്ന് മുതൽക്കേ എനിക്ക് ഏതാന്ന് എനിക്ക് അറിയണമെന്ന് ആഗ്രഹമായിരുന്നു. പക്ഷെ ഇത് കണ്ടപ്പോൾ ഞാൻ ഇക്കാകാട്ട് പറയുകയും ചെയ്തു, നമ്മൾ പണ്ട് ഞാൻ മലയാളം ഇതിനകത്ത് പഠിച്ചതായിരുന്നു ഈ ശിശിരത്തിലെ ഓക്കുമരം എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ. അപ്പോൾ ആ ഒരു ട്രീ
അതൊരു കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ മൊത്തം ചുറ്റി കാണാനാണ്. ഒരുപാട് സ്ഥലമുണ്ട് അവിടെ. നടന്നു കഴിഞ്ഞാൽ കുറേ കാണാനുള്ള സ്ഥലങ്ങളുണ്ട്. നമുക്കാണെങ്കിൽ അത്രയും സമയവും ഇല്ല. ഉള്ളത് വെച്ചൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ വൈൽഡ് സ്ട്രോബെറി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ്. ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ അടുത്ത സ്ഥലമായിട്ടാണ്, പക്ഷെ അത് ഓപ്പോസിറ്റ് ആയിട്ട് വരും. അവിടെയാണ് റോസ് ഗാർഡനും. നമ്മൾ ചെന്ന സമയം ഓൾമോസ്റ്റ് ഇലയൊക്കെ കൊഴിഞ്ഞ് നിൽക്കുന്ന ആ ഒരു ടൈമായിരുന്നു, ഒരു പ്രൂൺ ചെയ്ത് നിർത്തിയേക്കുന്ന ടൈമായിരുന്നു. അപ്പോൾ നമ്മൾ വന്ന ടൈം ശരിയല്ലാത്ത കാരണം ഒരുപാട് പൂക്കൾ പൂത്ത് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റിയില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ റോസ പൂക്കൾ മാത്രമേ കണ്ടുള്ളൂ. ബാക്കിയെല്ലാം മുട്ടായിട്ട് നിൽക്കുന്നതും വിരിയാതെ നിൽക്കുന്നതും പിന്നെ അവർ ഓൾറെഡി പ്രൂൺ ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫുള്ളായിട്ട് നല്ല പൂക്കളൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷേ കണ്ട പൂക്കളെല്ലാം ബെസ്റ്റായിരുന്നു. ദ ബെസ്റ്റ് എന്ന് പറയുന്ന രീതിക്കുള്ള അടിപൊളി പൂക്കളായിരുന്നു. വെറൈറ്റി കളേഴ്സിലുള്ള റോസസ് ഒക്കെയാണ് ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാട്ടോ കണ്ടത്. പല പെറ്റൽസ് ഉള്ള, അതായത് ചെറിയ റോസ മുതൽ നമ്മുടെ കൈയുടെ 2 കൈ ചേർത്ത് വെച്ച അത്രയും വലിപ്പമുള്ള റോസുകളൊക്കെ കാണാൻ പറ്റിയിട്ടോ. ഞാൻ ഇക്കാക്കാട്ട പറഞ്ഞ് ഇത് നമുക്ക് തന്നില്ലെങ്കിൽ ഇതിൻ്റെ ഒരു കമ്പെങ്കിലും കിട്ടുമെന്ന് ചോദിക്കാൻ. പക്ഷെ അവിടെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, തൊട്ട് കഴിഞ്ഞാൽ 2000 ഫൈനാണ്. അത് കാരണം പിന്നെ തൊട്ടില്ല. പാത്തു ആണെങ്കിൽ ഈ മുള്ളുള്ള കാരണം അങ്ങനെ ചെന്ന് പിടിച്ചതുമില്ല. അല്ലെങ്കിൽ എൻ്റെ പൈസ എവിടെ പോയെന്ന് ചോദിച്ചാൽ മതി. അവിടെ നിന്ന് കുറച്ചൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ വന്നത് ഊട്ടി ട്രെയിൻ ഇല്ലേ, ആ ഒരു ട്രെയിൻ കയറാൻ വേണ്ടിയിട്ടാണ്. ഊട്ടി ട്രെയിൻ കയറാനായിട്ടായിരുന്നു നമ്മൾ വന്നത്, ടോയ് ട്രെയിൻ ആയിരുന്നില്ല. അപ്പോൾ ഊട്ടി ട്രെയിൻ വന്ന സമയത്ത് ഓൾറെഡി ഒരെണ്ണം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരെണ്ണം ഉള്ളത് ഒരു 2 മണി സമയത്തായിരുന്നു. ആ 2 മണിക്ക് കയറിയാൽ നമുക്ക് 5 മണിക്ക് ഇത് കണ്ട് തിരിച്ചിറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് കാരണം നമുക്കത് കയറണോ വേണ്ടോ എന്നുള്ള സംശയമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ 5 മണിക്ക് നമ്മൾ ഇതെല്ലാം കണ്ട് തിരിച്ചു വരുമ്പോഴത്തേക്കിനും നമുക്ക് പോകാനുള്ള ടൈം അതിലും കൂടുതലായിട്ടുണ്ടാകും. നമ്മൾ വീട്ടിലെത്തുമ്പോഴത്തേക്കിനും അത്രയും താമസിച്ചു പോകും. അപ്പോൾ അത് കാരണം അത് കയറണോ വേണ്ടയോ എന്നുള്ളൊരു സംശയത്തിൽ ഞങ്ങളിങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചു ഇപ്പം എങ്ങാനും വരുമോ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചപ്പോഴത്തേനും ഒന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അവിടെ കയറിയില്ല. അവിടെ കയറാതെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ബോട്ടിംഗ് ഉണ്ടല്ലോ, ബോട്ടിങ് സംഭവം ഉണ്ടായിരുന്നു. നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്കായിരുന്നു ഈ ബോട്ടിങ്ങിനെ കയറാമെന്ന് കരുതിയത്. അപ്പോൾ ബോട്ടിങ്ങിന് ഞങ്ങൾ കയറിയില്ല. കാരണം പാത്തു ഞാൻ ഇക്കാകെ മാത്രമേ ഉള്ളൂ. അപ്പം 2 പേർക്കുള്ള ബോട്ടിനകത്തേ കയറാൻ പറ്റുള്ളൂ. അങ്ങനെ കയറി കഴിഞ്ഞാൽ പാത്തു എങ്ങാനും നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും അങ്ങനെയൊക്കെ ഒരു പേടിയുള്ളത് കാരണം പാത്തു അധികം അടങ്ങിയിരിക്കില്ല. കാരണം വെള്ളം കണ്ടു കഴിഞ്ഞാൽ അവൾ തീരെ അടങ്ങിയിരിക്കില്ല. അപ്പോൾ അത് കാരണം ഞാൻ എന്തായാലും റിസ്ക് എടുക്കണ്ട, നമുക്ക് വേണ്ട, പിന്നെ എപ്പോഴെങ്കിലും വരുമ്പോൾ നമുക്ക് കയറാം, ഇപ്പം വേണ്ടാന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ പോകാമെന്ന് കരുതി തിരിച്ചു പോയപ്പോഴാണ് അവിടെ ഈ ടോയ് ട്രെയിൻ കണ്ടത്. അപ്പോൾ എന്തായാലും ആ ഒരു ഒറിജിനൽ ട്രെയിനിൽ നമുക്ക് കയറാൻ പറ്റിയില്ല. എന്നാൽ പിന്നെ ഈ ടോയ് ട്രെയിനിൽ കയറാമെന്ന് പറഞ്ഞ് ഞാൻ ഇക്കാകായും കൂടെ എന്തായാലും അവിടെ കയറാമെന്ന് കരുതി. അപ്പോൾ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കണമായിരുന്നു. കാരണം അത്യാവശ്യം ആൾക്കാർ വരണം. ഈ ടോയ് ട്രെയിൻ ആയതുകൊണ്ട് തന്നെ അധികം ആൾക്കാർ വരില്ല. പക്ഷെ നമുക്ക് അവിടെ വന്നിട്ട് ട്രെയിൻ കയറാതെ പോയാലുള്ള സങ്കടം കാരണം മാത്രമാണ് ഒന്ന് കയറി നോക്കാം എന്ന് വിചാരിച്ചത്. ഞാനും പാത്തുവിനും വേറെ പണിയൊന്നും ഇല്ലാത്തതാണ് ഞങ്ങൾ അങ്ങോട്ടോടും ഇങ്ങോട്ടോടും ആയിരുന്നു. ഇത് മിനി ട്രെയിൻ സ്റ്റേഷനോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര്. അപ്പോൾ എന്തായാലും കുറച്ച് നേരം അവിടെ നിന്ന് കഴിഞ്ഞാൽ എന്തായാലും ഇത് പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് കയറാൻ തരുന്നത്. അപ്പം കുറച്ച് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു, ഈ സ്കൂൾ പിള്ളേരുണ്ടല്ലോ. അപ്പോൾ അവരെയൊക്കെ നിറഞ്ഞത് കാരണം എന്തായാലും വണ്ടി എടുത്തു. അപ്പോൾ ആ ഒരു ടോയ് ട്രെയിനിൽ കൂടെ നിന്ന് കഴിഞ്ഞാൽ ബോട്ടിങ്ങിന് ആൾക്കാർ പോകുന്ന ആ ഒരു സ്ഥലം ഫുള്ള് നമുക്ക് കാണാം. പിന്നെ ഈ ടോയ് ട്രെയിൻ ഞങ്ങൾ ഓർത്ത് നല്ല ദൂരം പോകുമായിരിക്കും, അത്യാവശ്യം കാഴ്ചകളൊക്കെ കാണും എന്നാണ് കരുതിയത്. പക്ഷെ അല്ല, കുറച്ച് ദൂരെ പോയിട്ടുള്ളൂ. 1 കിലോമീറ്റർ തികച്ചില്ല, ഇത്ര മീറ്റർ മാത്രമേ ഉള്ളൂ. അത്രയും മീറ്റർ എന്ന് പറഞ്ഞാൽ 2 സൈഡിൽ, ഒരു സൈഡ് ബോട്ടിങ്ങിന് അവർ പോകുന്ന ഒരു സൈഡും ഈ ഒരു സൈഡാണ് ഇപ്പുറത്തെ സൈഡ്. ഈ ഒരു സൈഡിൽ ഒന്നും കാണാനില്ല, കുറേ കാട് മാത്രം. അതിന് ഞങ്ങളുടെ പൈസ നല്ല ശരിക്കും പോയിട്ടുണ്ട്. പക്ഷെ എന്തായാലും ട്രെയിനിൽ കയറണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അങ്ങനെ അങ്ങ് കയറിയതാണ്. തിരിച്ച് നമ്മുടെ കുതിരാൻ ടണൽ ഉണ്ടല്ലോ, അപ്പോൾ തുരങ്കം, അതിൽ കൂടെയാണ് വന്നത്. അവിടെ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. എന്തായാലും ആ ഒരു ഇതിൽ പാലക്കാട് കയറി വന്ന കാരണം അങ്ങനെ ഞങ്ങൾക്ക് ആ ഒരു ആഗ്രഹവും കൂടെ കാണാൻ പറ്റി. അപ്പോൾ എന്തായാലും അൺപ്ലാൻഡ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. റൂമൊക്കെ എടുത്ത് നല്ല അടിപൊളി വെതറും നല്ല അടിപൊളി ആ ഒരു ക്ലൈമറ്റൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് എൻജോയ് ചെയ്തിട്ടായിരുന്നു തിരിച്ച് വീട്ടിലെത്തിയത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.